സ്റ്റാൻഡേർഡ് ലൈൻസ് ആൻഡ് സർക്കിൾസ് പേജ് നമ്പർ 19 യൂണിറ്റ് ഫസ്റ്റ് ആണ്. ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേജ് നമ്പർ 19 ഫിഗറാണ് നമ്മളിപ്പോൾ വരക്കാൻ പോകുന്നത്. ടെക്സ്റ്റ് ബുക്കിലത് 4 ചിത്രങ്ങളിലൂടെയാണ് നമുക്കതിൻ്റെ സ്റ്റെപ്പ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് ഈ ഒരു പിക്ചറാണ്. ആ ഒരു പിക്ചർ നമ്മൾ നേരത്തെ ഞാൻ ചെയ്തിരിക്കുന്ന വീഡിയോയിൽ മുതൽ അങ്ങനെയുള്ള വീഡിയോ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതാണ് ഫസ്റ്റ് പിക്ചർ. ഇത് രണ്ടാമത്തെ പിക്ചറാണ്. ഓരോരോ സ്റ്റെപ്പ് വൈസ് തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അത് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് മൂന്നാമത്തെ ഒരു സ്റ്റെപ്പിൽ നിങ്ങൾക്ക് മാറുമ്പോൾ അതിൻ്റെ ലൈൻസ് കൂടുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഓരോരോ സ്റ്റെപ്പും എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ ഈ പിക്ചർ നിങ്ങൾക്കിപ്പോൾ വരഞ്ഞ് കാണിച്ചു തരുന്നതാണ്. അതിന് നാലാമത്തെ സ്റ്റെപ്പ് ആകുമ്പോഴത്തേക്കും അതിൻ്റെ രൂപം ഇങ്ങനെയായി. പിന്നെ അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യുക, അങ്ങ് ഇറേസ് ചെയ്ത് കളയുക. നൗ യു ക്യാൻ ഇറേസ് ദ പാർട്സ് ഔട്ട്സൈഡ് ദ മിഡിൽ സർക്കിൾ ആൻഡ് കളർ ദ പിക്ചർ ലൈക്ക് ദിസ്. നമുക്കിതാ ഈ പിക്ചർ കളർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളിപ്പം ഈ ഒരു 4 സ്റ്റെപ്പ് നമുക്ക് ഈ കാണിച്ചിരിക്കുന്നതിലൂടെ നമുക്ക് നോക്കാം നമുക്ക് എങ്ങനെയാണ് വരഞ്ഞിരിക്കുന്നതെന്ന്. നമുക്കിനി ആ പിക്ചർ വരയാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു 3 സെൻറ്റിമീറ്റർ നമ്മുടെ സ്കെയിൽ ഉപയോഗിച്ചിട്ട് 3 സെൻറ്റിമീറ്ററുള്ള വരയാം. നേരത്തെ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഈ ഒരു വേറൊരു മോഡൽ പിക്ചർ വരയുന്നത് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിനി എന്ത് ചെയ്യുക, ഈ 3 തന്നെ വേണമെന്നില്ല കേട്ടോ. ഞാനത് ജസ്റ്റ് ഒരു നമ്മുടെ ഒരു പേജിൽ കൊള്ളുന്ന ഒരു മെഷർമെൻറ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. എന്ത് ചെയ്യുക, കോമ്പസിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ ഒരു സർക്കിള് വരഞ്ഞു കൊടുക്കുക. അതിൻ്റെ ഞാൻ ഇവിടെ വെച്ചിട്ടാണ് ഇപ്പോൾ ആ സർക്കിൾ വരഞ്ഞിട്ടുള്ളത്. ഇനി എന്ത് ചെയ്യുക, ഇവിടെ വെക്കുക, നമ്മുടെ കോമ്പസ് ഇവിടെ വെക്കുക. ഇതേപോലെ ഇവിടെ അങ്ങ് വെച്ച് കൊടുക്കാം. അത് നമ്മുടെ കോമ്പസ് ഇതേപോലെ ഒന്ന് ചുറ്റിക്കൊടുക്കാം. ശരിക്കും പിടിക്കണം, നമ്മളെ കയ്യിൽ നിന്ന് ഇളകി പോകാൻ പാടില്ല. കോമ്പസ് വരച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നേരത്തെ ഞാൻ വരഞ്ഞിരിക്കുന്ന ലൈൻ ഉണ്ടല്ലോ, ആദ്യം വരഞ്ഞിരിക്കുന്ന ലൈന്, അത് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് നീട്ടിയിട്ട് എവിടം വരെ വരയാം, നമ്മുടെ മറ്റേ സർക്കിളിൻ്റെ അറ്റം വരെ വരഞ്ഞു കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇവിടെ വെച്ചിട്ട് വരഞ്ഞിട്ടുണ്ട്, ഇവിടെ വെച്ചിട്ട് വരഞ്ഞിട്ടുണ്ട്. ഇനി ഇതാ ഈ പോയിന്റിൽ വെച്ചിട്ട് വീണ്ടും ഒരു സർക്കിളും കൂടെ വരയാം. നമ്മൾ ശരിക്കും പിടിച്ചിട്ടില്ലേ ഇളകി പോവും, ശ്രദ്ധിക്കണം നിങ്ങൾ. അത് ഞാനും ശ്രദ്ധിക്കാത്തത് കൊണ്ട് വന്നതാണ്. കണ്ടില്ലേ നിങ്ങൾ, ഇതേപോലെ ഉള്ള പിക്ചറാണ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൻ്റെ ആ പേജ് നമ്പർ 18 ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത്. ഇനി വേണ്ടുന്നത് നമ്മൾ ഈ ജോയിൻ ചെയ്തിരിക്കുന്ന പോയിൻറ്റുകളൊക്കെ എന്ത് ചെയ്യാം, ഇത് ഈ നമ്മുടെ സർക്കിൾസ് ഇങ്ങനെ കൂട്ടിമുട്ടിയിട്ടുണ്ടല്ലോ, ആ ജോയിൻ ആയിരിക്കുന്ന പോയിൻ്റ് മുഴുവനും നമ്മളിങ്ങനെ യോജിപ്പിച്ച് കൊടുക്കാം. ഇങ്ങനെ വരഞ്ഞു കൊടുക്കാം. പിന്നെ ഇതാ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരയാം. അതുപോലെ ഈ സർക്കിളിൻ്റെ എല്ലാം നമ്മൾ എവിടെയൊക്കെ അത് മീറ്റ് ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ ഇതുപോലെ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇപ്പം നമുക്ക് കിട്ടാം 6 സൈഡുള്ള ഒരു പോളിഗൺ കിട്ടും. ഇതിൻ്റെ പേര് ഹെക്സഗൺ എന്നാണ്. ഈ ഒരു ഫിഗർ, അതായത് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇതുപോലെ വരുന്ന ഒരു ഫിഗർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയുള്ളൊരു ഫിഗറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് നമ്മളുടെ രണ്ടാമത്തെ പിക്ചറാണ്. പിന്നെ അടുത്തതിൽ ചെയ്തിട്ടുള്ളത് ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പം ഇതേ ഇതിൽ തന്നെ സർക്കിളെല്ലാം നമ്മൾ വരയുന്ന ആ ഒരു ചെറിയ ഒരു ഇതുപോലെ ഇത്ര വരെയേ വേണ്ടുള്ളൂ. ഇതുപോലെ സർക്കിൾ കംപ്ലീറ്റ് ആക്കണ്ട, ആ അളവിൽ തന്നെ ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക. അതുപോലെ നമ്മൾ എല്ലാ ഭാഗത്തും ഇവിടെ വെക്കുക. ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇതേപോലെ ഇതിങ്ങനെ കണ്ടോ, നിങ്ങൾ കണ്ടോ. അപ്പോൾ അത് നമുക്കവിടെ വരയുണ്ട്. പിന്നെ ഈ പോയിന്റിൽ വെച്ചിട്ടാണ് നമ്മൾ വരയേണ്ടത്. കണ്ടില്ലേ, ഇതേപോലെയുള്ള പോയിന്റിൽ ഇവിടെ വെച്ചിട്ട് അപ്പോൾ ഇങ്ങനെയുള്ള പോയിന്റിൽ മാത്രം, ഈ ലൈനിൻ്റെ പോയിന്റിലൊക്കെ നമ്മൾ വെച്ചിട്ട് വരഞ്ഞിട്ടുണ്ട്. ഇതുപോലുള്ള ജോയിനിങ് പോയിന്റിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ വരഞ്ഞു കൊടുക്കാം.
കണ്ടില്ലേ? പിന്നെ ഇവിടെ വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് വരഞ്ഞിട്ടുണ്ടല്ലോ, ഇതാ ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഈ കൂട്ടുമുട്ടുന്ന ഇവിടെ മാത്രം അവിടെ വെച്ചിട്ട് ഇപ്പം നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, ഒരു ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് പെൻസിൽ ഉപയോഗിച്ചിട്ടാണല്ലോ നമ്മൾ വരയ്ക്കാം. ഈ നടുവിൽ കാണുന്ന ഈ ലൈൻ, അതായത് ഈ പൂവിൻ്റെ ഇതെല്ലാം നമ്മൾ റബ്ബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നത് പോലെ ഇവിടെയൊക്കെ കളറ് കൊടുക്കുക. ഇവിടെ ബ്ലൂ, ഇത് ബ്ലൂ, ഇത് ബ്ലൂ, ഈ ലൈനങ്ങ് റബ്ബ് ചെയ്ത് കളയണം. ഇത് ബ്ലൂ, ഇത് ബ്ലൂ, ഇത് ബ്ലൂ, പിന്നെ ഇതൊക്കെ റെഡ് കൊടുക്കാം. ഈ നമ്മുടെ ഫ്ലവറിന് ഈ ലൈനൊക്കെ മായ്ച്ചു കളയണം കേട്ടോ, ഈ നടുക്കുള്ള ലൈന്. പിന്നെ നമ്മൾ ഈ ആവശ്യമില്ലാത്തത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടുന്ന് ഇത്ര വരെയുള്ള ലൈൻ ഇത് മുഴുവൻ അങ്ങ് റബ്ബ് ചെയ്യണം. അതുപോലെ ഇവിടുന്ന് ഇത്ര വരെയുള്ള റബ്ബ് ചെയ്യണം. അപ്പോൾ ഈ ഉള്ളിലേത്തതും അങ്ങ് റബ്ബ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇവിടെ എന്ത് ചെയ്യാം, നമ്മൾ ലൈറ്റ് ഗ്രീനും വേണമെങ്കിൽ ഈ കളർ നമുക്കൊന്ന് മാറ്റി നോക്കാം. കളർ മാറ്റിക്കഴിഞ്ഞാൽ വേറൊരു പ്രത്യേക കളറുള്ള ഒരു പിക്ചർ കിട്ടും. അപ്പോൾ നിങ്ങൾ നോക്കി നമ്മുടെ ഈ പിക്ചറാണ് ഞാനിപ്പോൾ വരച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ബാക്കി ഭാഗങ്ങളൊക്കെ നിങ്ങൾ റബ്ബ് ചെയ്യണം. റബ്ബ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ഫിഗറിലേക്ക് എത്താം. ഫിഗർ നന്നായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ബൈ.